പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ ആരെങ്കിലും നല്ല കുട്ടികളാണെന്ന് പറഞ്ഞാലോ, നിങ്ങളുടെ പെരുമാറ്റം നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ നിങ്ങൾക്ക് എന്താണ് തോന്നുക? വളരെ സന്തോഷമാകുമല്ലേ? നിങ്ങൾ ചീത്ത കുട്ടികളാണെന്നും ശല്യക്കാരാണെന്നും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് സങ്കടം തോന്നാത്ത രീതിയിൽ വേണം നിങ്ങൾ പെരുമാറാൻ. വീട്ടിലാണ് നിങ്ങൾ നല്ല പെരുമാറ്റം പഠിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ അച്ഛനമ്മമാരും മറ്റു മുതിർന്നവരും നല്ല പെരുമാറ്റം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അതേപോലെ സ്കൂളിൽ ടീച്ചർമാരും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന നല്ല പെരുമാറ്റം നിങ്ങൾക്കും സന്തോഷമേ തരൂ. അത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അത് നിങ്ങളെ നല്ലവരാക്കും, നല്ല പൗരന്മാരാക്കും. ശരി, എന്താണ് നല്ല പെരുമാറ്റമെന്ന് ഇപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആവശ്യപ്പെടുമ്പോഴും അപേക്ഷിക്കുമ്പോഴും നമ്മൾ ദയവായി എന്ന വാക്ക് ഉപയോഗിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ എക്കിട്ടം വന്ന് വെള്ളം ആവശ്യമായി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വെള്ളം കൊണ്ടുവാ എന്ന് ആജ്ഞാപിക്കരുത്. എളിമയോടെ കുറച്ചു വെള്ളം ചോദിക്കണം. ദയവ് ചെയ്ത് കുറച്ചു വെള്ളം തരാമോ എന്ന് ചോദിക്കണം. എപ്പോഴും തരുന്നവരോട് നന്ദി പറയണം. നന്ദി ഗോപാൽ. ആരെങ്കിലും നമ്മെ സഹായിക്കുമ്പോഴോ എന്തെങ്കിലും തരുമ്പോഴോ നാം നന്ദി എന്നു പറയുന്നു. ഇത് നമ്മുടെ തൃപ്തി രേഖപ്പെടുത്താനാണ്. അവരുടെ സൗഹൃദത്തിനോ സഹായത്തിനോ നമുക്ക് നന്ദിയുണ്ടെന്ന് അറിയിക്കാനാണ് ഇത് ചെയ്യുന്നത്. നമ്മേക്കാൾ ചെറിയ പ്രായമുള്ളവരോടും വേലക്കാരോടും പോസ്റ്റ്മാനോടും എല്ലാം നമുക്ക് നന്ദി പറയാം. ഒരാൾ തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ആരംഭിക്കുക. എക്സ്ക്യൂസ് മീ സർ. നിങ്ങളുടെ അച്ഛനമ്മമാർ വളരെ ഗൗരവമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് ഉടനെ എന്തെങ്കിലും പറയണം എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എക്സ്ക്യൂസ് മീ പ്ലീസ് പറഞ്ഞതിന് ശേഷം അവർ നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക. മുതിർന്നവരെയും അധ്യാപകരെയും ഗുഡ് മോർണിംഗ് പറഞ്ഞ് അഭിവാദ്യം ചെയ്യുക. ഗുഡ് മോർണിംഗ് അങ്കിൾ. പകലും രാത്രിയും നമ്മൾ സന്തോഷമായിരിക്കണമെന്നും നടക്കുന്നതെല്ലാം നന്നായി വരണമെന്നും ദിവസവും ഇതുപോലെ തന്നെ നമുക്കും മറ്റുള്ളവർക്കും നടക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദിവസത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നു. അതുകൊണ്ട് മറ്റുള്ളവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അഭിവാദ്യം ചെയ്യുന്നത് വളരെ നല്ല സ്വഭാവമാണ്. ക്ലാസ്സിൽ അച്ചടക്കം പാലിക്കുക. ക്ലാസ് റൂമിൽ അച്ചടക്കം പാലിക്കേണ്ടതാണ്. അച്ചടക്കം പാലിച്ചാൽ വഴക്കും അടിപിടിയും ഒഴിവാക്കാൻ സാധിക്കും. അച്ചടക്കം എന്നാൽ ക്ലാസ് നന്നായി നടക്കാനുള്ള ചില നിയമപാലനങ്ങളാണ്. ഉദാഹരണത്തിന്, അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ സംസാരിച്ചാൽ 3 തെറ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന വിദ്യാർത്ഥിയെ ശല്യം ചെയ്യുന്നു. ടീച്ചർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് പാഠം മനസ്സിലാക്കാനുള്ള സന്ദർഭം നഷ്ടപ്പെടുന്നു. മറ്റു വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ മോശമായ ഒരു ഉദാഹരണമാകുന്നു. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന തെറ്റിനും മാപ്പ് ചോദിക്കുക. ക്ഷമിക്കണം ടീച്ചർ. ചെറുപ്പമായാലും പ്രായമായാലും പഠിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെല്ലാം തെറ്റ് ചെയ്യുന്നു. നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ വേദനപ്പെടുത്തുകയോ ചെയ്താൽ നമ്മൾ ക്ഷമ ചോദിക്കണം. നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ലെന്നും നമുക്ക് തെറ്റുപറ്റിപ്പോയതാണെന്നും അവരെ ധരിപ്പിക്കണം. അതിഥിയെ പുഞ്ചിരിയോടെ സ്വീകരിക്കുക. വരൂ വരൂ. പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ സന്തോഷമാണ്. നമ്മുടെ അതിഥി നാം ബഹുമാനിക്കേണ്ട ഒരാളാണ്. അതിഥിക്ക് നമ്മൾ സ്വാഗതം ചെയ്തതായി തോന്നണം. ഇതിന് ഏറ്റവും നല്ല വഴി പുഞ്ചിരിയാണ്. കാരണം പുഞ്ചിരി സ്നേഹവും സന്തോഷവും നൽകുന്ന ഒന്നാണ്. പുഞ്ചിരി നിങ്ങളുടെ സ്വത്താണ്. ലൈബ്രറിയിൽ നിശബ്ദമായി വായിക്കുക. പുസ്തകങ്ങൾ ശേഖരിക്കുന്ന സ്ഥലമാണ് ലൈബ്രറി. വായനയിൽ ആഗ്രഹമുള്ള ആർക്കും ലൈബ്രറിയിൽ പോകാം. പുസ്തകങ്ങൾ കടമെടുക്കുകയോ അവിടെ തന്നെ ഇരുന്ന് വായിക്കുകയോ ചെയ്യാം. ലൈബ്രറിയിൽ നിശബ്ദത പാലിക്കുക എന്ന ബോർഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ശബ്ദം ലൈബ്രറിയിലെ മറ്റുള്ള വായനക്കാരെ ശല്യം ചെയ്യും. ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ നിശബ്ദത പാലിക്കുകയോ സംസാരിക്കേണ്ടി വന്നാൽ തീരെ കുറഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുകയോ ചെയ്യണം. ഭക്ഷണം കഴിക്കുമ്പോൾ വായടച്ച് ശബ്ദമില്ലാതെ ഭക്ഷണം ചവയ്ക്കണം.
കടിച്ച് ചവച്ച് ശബ്ദമുണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ പാടില്ല. ശബ്ദമുണ്ടാക്കിക്കൊണ്ടും ഏമ്പക്കം വിട്ടുകൊണ്ടും ഭക്ഷണം കഴിക്കുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് മറ്റുള്ളവർക്ക് അരോചകമാണ്. ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു സ്വഭാവ ദൂഷ്യമാണ്. ഭക്ഷണം നന്നായി ദഹിക്കുവാൻ ചവച്ച് തന്നെ കഴിക്കണം. അതുകൊണ്ട് വായടച്ച് നന്നായി ചവച്ചിറ. പൊതുസ്ഥലങ്ങളിൽ ക്യൂ പാലിക്കുക. ക്യൂ പാലിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സമയം ലാഭിക്കാനാവും. ഉന്തിത്തള്ളിയിട്ടുള്ള കുഴപ്പങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രായമായവർ വീഴുന്നതും കുട്ടികൾക്ക് പരിക്കേൽക്കുന്നതും ഇല്ലാതാക്കാനും സാധിക്കും. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കോട്ടുവായിടുമ്പോഴും ഒരു തൂവാല ഉപയോഗിക്കണം. ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ആയിരക്കണക്കിന് കൃമികൾ പുറത്തേക്ക് വരുന്നു. ഇത് രോഗപകർച്ച അധികമാക്കും. ഇതൊഴിവാക്കാൻ ഒരു കർച്ചീഫോ ടിഷ്യൂ പേപ്പറോ കൊണ്ട് വായ മൂടുന്നത് നന്നായിരിക്കും. പൊതുസ്ഥലത്ത് ഉറക്കെ കോട്ടുവ വിടുന്നത് മറ്റുള്ളവരോടുള്ള ബഹുമാനക്കുറവ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് കോട്ടുവ വിടുമ്പോൾ ഒരു തൂവാല ഉപയോഗിക്കുന്നതാണ് നല്ലത്. ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ഗോഡ്ലിനെസ് എന്ന വചനം കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ പേപ്പറുകളും ചപ്പുചവറും കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിൽ എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവർ റൂം വൃത്തിയാക്കാൻ കാത്തു നിൽക്കേണ്ട. തറയിൽ കിടക്കുന്ന ചവറുകളെല്ലാം നിങ്ങൾ തന്നെ പെറുക്കിയെടുത്ത് ചവറ്റുകൊട്ടയിലിടുക. വൃത്തിയും വെടിപ്പുമുള്ള ക്ലാസ് റൂം വിദ്യാർത്ഥികളുടെ അഭിമാനമാണ്. നഖം കടിക്കരുത്. കൃമികളും ബാക്ടീരിയയും നഖങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു. നിങ്ങൾ നഖം കടിക്കുമ്പോൾ ഇവ നിങ്ങളുടെ വായ വഴി അകത്തു കടക്കുന്നു. ചിലർ നഖം കടിച്ച് മറ്റുള്ളവരുടെ ആരോഗ്യത്തെപ്പറ്റി യാതൊരു ചിന്തയുമില്ലാതെ എല്ലായിടത്തും തുപ്പുന്നു. മാത്രമല്ല, വൃത്തിയില്ലാത്ത നഖങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കും. അതുകൊണ്ട് നഖം കടിക്കരുത്. ടോയ്ലറ്റിൽ പോകുന്നതിനു മുൻപും പിൻപും കൈകൾ നന്നായി കഴുകുക. ടോയ്ലറ്റിൽ പോയ ശേഷം സോപ്പ് ഉപയോഗിക്കാതെ കൈ കഴുകിയാൽ നിങ്ങൾ കൃമികളെയും ബാക്ടീരിയയെയും കൊണ്ടു നടക്കാൻ സാധ്യതയുണ്ട്. ആ കൈകൾ കൊണ്ട് നിങ്ങൾ വെള്ളം കുടിച്ചാലോ ഭക്ഷണം കഴിച്ചാലോ കൃമികളും ബാക്ടീരിയയും ശരീരത്തിൽ പ്രവേശിച്ച് രോഗങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആരോഗ്യം നിലനിർത്താൻ ടോയ്ലറ്റിൽ പോകുന്നതിനു മുൻപും അതിനുശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക. അതിരാവിലെ പുറപ്പെടുന്ന പക്ഷി ഇരയെ പിടിക്കും എന്ന പഴമൊഴി കേട്ടിട്ടില്ലേ? നേരത്തെ കിടന്നുറങ്ങി അതിരാവിലെ എണീറ്റാൽ ജീവിതം ആരോഗ്യകരമായിരിക്കും എന്ന് കേട്ടിട്ടില്ലേ? നല്ല സ്വഭാവങ്ങൾ നന്മയിലേക്ക് നയിക്കും. വീട്ടിലായാലും പുറത്ത് നാം ചെല്ലുന്നതും പെരുമാറുന്നതുമായ സ്കൂൾ മുതലായ സ്ഥലങ്ങളിലും ചില നിയമങ്ങൾ നാം അനുസരിക്കേണ്ടതുണ്ട്. ശരീരം ശുദ്ധിയായി വയ്ക്കാൻ നാം എന്നും കുളിക്കണം. രോഗങ്ങൾ വരാതിരിക്കാൻ നാം വൃത്തിയുള്ള ഭക്ഷണം കഴിക്കണം. വിഷാണുക്കൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ അപ്പോൾ ഒഴിവാക്കാം. കാലത്ത് ഉറക്കമെഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നതുവരെ നിത്യജീവിതത്തിൽ നാം ചില അച്ചടക്കങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്താണ് ഈ അച്ചടക്കം എന്ന് നമുക്ക് നോക്കാം. സുരക്ഷിതമായ ജീവിതത്തിലാണ് സന്തോഷമുള്ളത്. പല അപകടങ്ങളും ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ആധുനിക ശാസ്ത്രം നമുക്ക് പല സുഖസൗകര്യങ്ങളും തന്നിട്ടുണ്ട്. വിദ്യുച്ഛക്തി നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. എന്തും ശരിയായി ഉപയോഗിച്ചാൽ നല്ലതാണ്. നന്മയുണ്ടാക്കുന്ന കാര്യങ്ങളെ തെറ്റായി ഉപയോഗിച്ചാൽ ആപത്തും നാശവും നമുക്കും മറ്റുള്ളവർക്കും വരും. ഉദാഹരണത്തിന്, റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യം തന്നെ എടുക്കാം. ഇത്രയധികം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിൽ നമ്മൾ ഗതാഗത നിയമങ്ങൾ തെറ്റിച്ചാൽ അപകടങ്ങൾ ഉണ്ടാവും. ട്രാഫിക് സിഗ്നലിന്റെ സഹായത്തോടെ നമുക്ക് സുരക്ഷിതമായി റോഡ് ക്രോസ് ചെയ്യാൻ സാധിക്കും. വെള്ളത്തിൽ കൂടി വിദ്യുത് ശക്തി എളുപ്പമായി കടക്കുന്നതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ നനഞ്ഞ കൈകൊണ്ട് തൊടാൻ പാടില്ല. കുളിമുറിയുടെ തറ വൃത്തിയായും നനവില്ലാതെയും വെച്ചാൽ വഴുക്കി വീഴാൻ സാധ്യതയില്ല. ഇതുപോലെ നിങ്ങൾക്ക് നൽകാൻ പല ഉദാഹരണങ്ങളുമുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥമെന്തെന്നാൽ, നാം ശ്രദ്ധയോടെ നടന്നാൽ ആപത്തുകൾ ഒഴിവാക്കാം, പണച്ചിലവും കുറയ്ക്കാം. നാം നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ജീവിതത്തിൽ ചില ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്.
അവയിൽ ചിലതെന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം.